بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1340 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അൻകബൂത്ത്. 69 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച ഈ പേര്, അതിൻ്റെ അവതരണ പശ്ചാത്തലം, അതിലെ ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് സൂറത്തിലെ ആയത്തുകൾ തുടക്കം മുതൽ പഠന വിധേയമാക്കുകയാണ് നമ്മൾ. അതിൻ്റെ ആദ്യത്തെ 4 ആയത്തുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയുടെയും വേറെ ചില സൂറത്തുകളുടെയൊക്കെ രീതിയിൽ ഈ സൂറത്തിന്റെ തുടക്കം 3 മുഖത്താഴത്തുകളോടെയാണ്. 3 ഒറ്റയായുള്ള അക്ഷരങ്ങളാണ്. അലിഫ് ലാം മീം. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ആദ്യത്തെ ആയത്തായിട്ട് അലിഫ് ലാം മീം നമ്മൾ കാണുകയുണ്ടായി. വിശദമായിട്ട് നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. വേറെയും മുഖത്താഴത്തുകൾ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ വന്നപ്പോൾ നമ്മൾ ഈ മുഖത്താഴത്തുകളെ പൊതുവായി പരാമർശിച്ചുകൊണ്ട് ചർച്ച നിർവഹിക്കുകയുണ്ടായതാണ്. അതൊക്കെയും തന്നെ ഈ സൂറത്തിന്റെ ആദ്യത്തിലുള്ള 3 അക്ഷരങ്ങളെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലേക്ക് തിരികെ കൊണ്ടുവരാവുന്നതാണ്. അള്ളാഹുവിനെ മാത്രം കൃത്യമായി അറിയുന്ന ചില ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ ഈ മുഖത്താഴത്തുകള് ചില സൂറത്തുകളുടെ തുടക്കത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടതിന് കാണും. തീർച്ചയായിട്ടും നമ്മൾ അതിനെ സൂറത്തിന്റെ പൊതുവായ ആശയങ്ങളും ഈ അക്ഷരങ്ങൾ വരുന്ന ആ സന്ദർഭവും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില അർത്ഥകൽപ്പനകളൊക്കെ നൽകാൻ ശ്രമിക്കാറുണ്ട് എന്നതേ ഉള്ളൂ. അള്ളാഹു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം
മക്കയിലെ ആളുകളെ വിശേഷിച്ച് കേൾപ്പിക്കുകയാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിലായി. ഞാൻ നേരത്തെ കഴിഞ്ഞ ഈ സൂറത്ത് സംബന്ധമായ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായതാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് വേറെ ചില സൂറത്തുകളെ പോലെ തന്നെ ഈ സൂറത്തും അവതരിക്കുകയുണ്ടായത്. എത്യോപ്യയിലേക്കുള്ള ഹിജ്റ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഘം നടത്തിയതിനെ തുടർന്നുള്ള, എന്നാൽ മക്കയിലെ സാഹചര്യം പറയത്തക്ക വിധത്തിലൊന്നും മെച്ചപ്പെട്ടിട്ടില്ലാത്ത ഒരവസ്ഥ, കൂടുതൽ സങ്കീർണമായി മാറിയിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം. ഈ 3 അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഒരു സുപ്രധാനമായ ചോദ്യം ഉന്നയിക്കുകയാണ് സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ. അഹസിബൻ നാസു, ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണോ, ജനങ്ങൾ കരുതുകയാണോ, യുത്രക്കു, അവരെ വെറുതെ വിട്ടയക്കപ്പെടുമെന്നു, യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വായ കൊണ്ട് പറഞ്ഞതിന്റെ പേരിൽ, തങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അവരങ്ങനെ വെറുതെ വിട്ടയക്കപ്പെടുമെന്നാണ് ജനങ്ങൾ കരുതുന്നത് എന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ടോ? ആ ഹസിബൻ നാസു, ജനങ്ങൾ കരുതുകയാണോ, യുത്രക്കു യഖൂലു ആമന്ന, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ഈ കടന്നുവരൽ എന്ന് വെച്ചാൽ കേവലം തങ്ങള് വിശ്വാസികളായിരിക്കുന്നു എന്ന് പറയുന്നതിൽ പരിമിതമാണോ? അത്രേ വേണ്ടതുള്ളോ? ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അവർ വിട്ടയക്കപ്പെടും എന്നതാണോ ജനങ്ങളുടെ ധാരണ? വഹും ലാ യുഫ്തനൂൻ, അവര് യാതൊരു വിധത്തിലുമുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെടാതെ. ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. സത്യവിശ്വാസത്തിന്റെ മാർഗം അവലംബിക്കുന്ന ആളുകൾ വളരെ അനിവാര്യമായും ദൈവിക പരീക്ഷണങ്ങൾക്ക് വിധേയരാകും എന്നത് ചരിത്രത്തിലുടനീളമുള്ള സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീൻ ഒരാൾ സ്വീകരിക്കുന്നതോടെ പിന്നീട് അയാൾക്ക് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും നേരിടേണ്ടി വരില്ല, വളരെ സുഖമായ ഒരു അവസ്ഥയായിരിക്കും എന്ന ഒരു തെറ്റിദ്ധാരണ ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. തങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലെല്ലാം മതിയായി, എല്ലാം തീർന്നു, എല്ലാം പൂർത്തിയായി എന്നൊരു തെറ്റിദ്ധാരണയാണോ അവർക്കുള്ളത്? തങ്ങൾ അള്ളാഹുവിന്റെ സത്യമാർഗം സ്വീകരിച്ചിരിക്കുന്നു എന്നത് ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടാത്ത ഒരവസ്ഥയിൽ അവർ വിശ്വാസികളായി അംഗീകരിക്കപ്പെടുമെന്നും പിന്നീട് അവർക്ക് തങ്ങളുടെ വിശ്വാസത്തെ മാറ്റുരക്കുന്ന വിധത്തിലുള്ള യാതൊരു പരീക്ഷണങ്ങളും നേരിടേണ്ടി വരില്ല എന്നുമൊക്കെയാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ ആയത്ത് നമ്മുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യം ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ഈ ചോദ്യത്തിനുണ്ട്. പല സംഘടിത വിഭാഗങ്ങൾ പോലും ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്, ദൗർഭാഗ്യവശാൽ. വിശ്വാസം പ്രഖ്യാപിക്കുക മാത്രമേ വേണ്ടതുള്ളൂ, പിന്നീട് യാതൊരു പ്രതിസന്ധിയും നേരിടേണ്ടി വരില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് പലരും നിലകൊള്ളുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയുള്ള പരീക്ഷണങ്ങളുടെ അവസ്ഥകൾ വന്നു ചേരുന്നതിനോട് വൈമനസ്യവും വിമുഖതയും ഒക്കെ കാണിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം പേരും എന്നത് നമ്മുടെ ചുറ്റുപാടുകളൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവിക മാർഗത്തില് സ്വയം സമർപ്പിക്കാൻ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ തങ്ങളുടെ ഈമാൻ
ഉറപ്പിക്കുവാനും അത് തെളിയിക്കുവാനും ഒക്കെ അവസരങ്ങൾ നിരന്തരം സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം അവസരങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്തരം അവസരങ്ങളെ ഒരു നിലക്കും നേരിടേണ്ടി വരില്ല, ഇതൊന്നും നമ്മൾ നേരിടേണ്ടതല്ല എന്നൊക്കെയുള്ള ധാരണയിലാണ് പലരും കഴിയുന്നുണ്ടാവുക. ആരുടെയെങ്കിലും നേരെ അത്തരം പരീക്ഷണങ്ങളോ പ്രതിസന്ധികളുടെ അവസ്ഥകളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അവരുടെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ വരെ പറയുവോളം ഈ ധാർഷ്ട്യം പലപ്പോഴും നീണ്ടുപോകുന്നത് അല്ലെങ്കിൽ വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഈ ആദ്യഘട്ടത്തിൽ ആളുകളിൽ പലരും വിശ്വാസം ഉൾക്കൊണ്ടതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനെ തുടർന്ന് വന്നു ചേരുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടാൻ അവർ ഒരുക്കമല്ല. ഇതാണ് പലരുടെയും കാര്യത്തിൽ നിലവിലുണ്ടായിരുന്ന അവസ്ഥ. ആ നിലപാട് തന്നെ അബദ്ധമാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇല്ലാതാക്കുക എന്നത് സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്ന ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുടെയും സങ്കീർണതകളുടെയും അവസ്ഥകൾ അവര് നേരിടുന്നത് സ്വദേശപരമായി അത്തരം സാഹചര്യങ്ങൾ അള്ളാഹു അവർക്കായി സൃഷ്ടിക്കുന്നത് കൊണ്ടാണ്. അത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്? ഓരോരുത്തരും തങ്ങളുടെ കർമ്മപരമായ ജീവിതത്തില് സത്യവിശ്വാസികളാണ് എന്നത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. കേവലം പ്രഖ്യാപനം കൊണ്ട് ഒരാള് വിശ്വാസിയാവുന്നില്ല. ജീവിത സാഹചര്യങ്ങളില് സ്വന്തം ചെയ്തികൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് അത് തെളിയിക്കാൻ അവർക്ക് സാധിക്കണം. അതാണ് അള്ളാഹു പരിശോധിച്ചറിയാനിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഹസിബൻ നാസു, പൊതുവെ ജനങ്ങളുടെ ഒരു ധാരണ ഇങ്ങനെയാണ്, ജനങ്ങൾ അങ്ങനെ ധരിച്ചിരിക്കുകയാണോ, യുത്രക്കൂ, അവര് വെറുതെ വിട്ടയക്കപ്പെടുമെന്ന്, അവർക്കൊരു അനന്തരഫലവും നേരിടേണ്ടി വരില്ല എന്ന വിധത്തില് അവര് വെറുതെ വിട്ടേക്കപ്പെടുമെന്നാണോ അവർ കരുതുന്നത്? യഖൂലു ആമന്ന, തങ്ങള് വിശ്വാസികളായിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്നതിന്റെ പേരിൽ വഹും ലാ യുഫ്തനൂൻ, ഒരു വിധത്തിലുള്ള ഫിത്നത്തിനും ഒരു വിധത്തിലുള്ള പരീക്ഷണാവസ്ഥകൾക്കും അവർ വിധേയരാവാതെ കണ്ട് തന്നെ ഞങ്ങൾ വിശ്വാസമാർഗം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രം ചെയ്താൽ അവരങ്ങ് വിട്ടയക്കപ്പെടും എന്നാണോ ജനങ്ങൾ കരുതിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് വളരെ വിദൂരസ്ഥമായ ഒരു സ്വപ്നമാണ്. സത്യമാർഗം സ്വീകരിച്ച ആളുകൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പല പരീക്ഷണങ്ങൾക്കും വിധേയരാകും. ആ പരീക്ഷണ ഘട്ടങ്ങളിലാണ് അവര് തങ്ങളുടെ വിശ്വാസം കർമ്മപഥത്തില് തെളിയിക്കേണ്ടത്. അങ്ങനെ തെളിയിക്കപ്പെടുന്ന വിശ്വാസമാണ് അംഗീകരിക്കപ്പെടാൻ പോകുന്നത് എന്നതാണ് വസ്തുത. അള്ളാഹുവിന്റെ ഈ സുന്നത്തിന്, അള്ളാഹുവിന്റെ ഈ നടപടിക്ക് ചരിത്രത്തില് നമ്മള് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പിന്നിട്ട കാലഘട്ടങ്ങളിലെ സത്യവിശ്വാസ മാർഗം അവലംബിച്ച സമൂഹങ്ങളൊക്കെയും തന്നെ വളരെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയും കടുത്ത വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാവുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഖുർആൻ പലയിടങ്ങളിലായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വായിച്ചു വെച്ച ആയത്തുകളുടെ സാരം മുഴുവനായിട്ട് മനസ്സിലാക്കാം. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഇവർക്ക് മുമ്പുള്ള സമൂഹങ്ങളെ തീർച്ചയായിട്ടും നാം പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുകയുണ്ടായിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു, അള്ളാഹുവിനെ അറിയുക തന്നെ വേണ്ടതുണ്ട്, അതിനു വേണ്ടിയാണ്. അല്ലദീന സദഖു, സത്യസന്ധതയോടുകൂടി സത്യമാർഗം അവലംബിച്ച ആളുകൾ ആര്? വലയഅലമന്നൽ കാദിബീൻ,
നിഷേധികളാര്, കളവാക്കിയവരാര് എന്നത് അള്ളാഹുവിന് വ്യക്തമായി വേർതിരിഞ്ഞറിയേണ്ടതുണ്ട് എന്നതിനാൽ മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളൊക്കെയും തന്നെ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വലഖദ് ഫതന്ന, നിശ്ചയമായിട്ടും നാം പരീക്ഷിച്ചിട്ടുണ്ട്. ആകസ്മികമായി, അവിചാരിതമായി, അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഉണ്ടായി എന്നല്ല അള്ളാഹു ഇവിടെ പറയുന്നത്. മറിച്ച് നാം പരീക്ഷിച്ചിരിക്കുന്നു, നാം പരീക്ഷിക്കുകയുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഉദ്ദേശപൂർവം അള്ളാഹു അവരെ പരീക്ഷണത്തിൽ അകപ്പെടുത്തി എന്നർത്ഥം. നമ്മള് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമകാലിക സമൂഹത്തില് സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകൾ നമ്മുടെ ചുറ്റുപാടിലും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിയമപരമായും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഇസ്ലാമിന്റെ പ്രതിയോഗികളുടെ ഭാഗത്തു നിന്നൊക്കെ ആസൂത്രണം ചെയ്യപ്പെട്ട് നടപ്പിലാക്കപ്പെടുന്ന പല പ്രതികൂലമായ സാഹചര്യങ്ങളും ഇതൊക്കെയും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. അള്ളാഹു വിശ്വാസികളെ അവരിൽ കറകളഞ്ഞ സത്യസന്ധതയോടുകൂടി വിശ്വാസം ഉൾക്കൊണ്ടവരാര്, നിഷേധത്തില് തൂങ്ങി നിൽക്കുന്നവരാര് എന്നതൊക്കെ അള്ളാഹു വേർതിരിച്ച് കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരീക്ഷണം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. മാതാപിതാക്കളായാലും നമ്മുടെ സമൂഹത്തിലെ സ്വാധീനമുള്ളവരായാലും ഭരണകൂടങ്ങളായാലും ഇസ്ലാമിന്റെ പ്രതിയോഗികളായ സംഘടിത സമൂഹങ്ങളായാലും ആരുടെ ഭാഗത്തു നിന്നാണ് പ്രതികൂലമായ അനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എങ്കിലും ഇതൊക്കെയും തന്നെ ആത്യന്തികമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ്. അവൻ നമ്മെ നിരീക്ഷിക്കുന്നു. നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഈ പരീക്ഷണങ്ങളെ നോക്കിക്കാണുന്നത് എന്നത് അവൻ വിലയിരുത്തുന്നു എന്നാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഒരു സംഭവം ഇവിടെ താനെ സംഭവിക്കുന്നില്ല, ആകസ്മികമായി ഉണ്ടാവുന്നില്ല. ഇപ്പോ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിയമ ഭേദഗതി പോലെയുള്ള സാഹചര്യങ്ങൾ, ഇതുപോലെയുള്ള നടപടിക്രമങ്ങൾ ഇത് താനെ സംഭവിക്കുന്നതല്ല. നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിബദ്ധത അള്ളാഹുവിന്റെ ദീനിനോട് എത്രമാത്രം ഉണ്ട് എന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി വൈകാതെ തന്നെ അവര് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ള പല നടപടികളിലേക്കും അവർ പോകാനിടയുണ്ട്. ഓരോ നടപടി ഉണ്ടാവുമ്പോഴും നമുക്കതില് നമ്മുടെ പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് എന്നത് പരീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു പരീക്ഷണം നമുക്കൊക്കെയുമായിട്ട് അതിൽ അടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു, എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതൊക്കെയാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും. അപ്പോ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പുതുമയുള്ളതോ നമുക്ക് മാത്രമുള്ളതോ ആയൊരു കാര്യമൊന്നുമല്ല. ഇവർക്ക് മുമ്പുള്ള എല്ലാ സമൂഹങ്ങളെയും നാം പരീക്ഷിക്കേണ്ടായിട്ടുണ്ട്. വിശ്വസിക്കാൻ സന്നദ്ധരായ ആളുകൾ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസത്തിനോട് എത്രത്തോളം പ്രതിബദ്ധതയുള്ളവരാണ് എന്ന വിധത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. ഇത് ഇവർക്ക് മുമ്പുള്ളവരെയും അള്ളാഹു ഈ വിധത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരെയും തീർച്ചയായും നാം പരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. എന്തിനാണത്? ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, അള്ളാഹുവിനെ അറിയേണ്ടതുണ്ട്. സത്യസന്ധമായ നിലപാടുകളോടുകൂടി ഉൾക്കൊണ്ട വിശ്വാസത്തോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്നത് ആര്, അതുപോലെ നിഷേധത്തിന്റെ ആളുകൾ ആര്, നിഷേധികളായി മാറിയതാര് എന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിനെ പരീക്ഷിച്ചറിയേണ്ടതുണ്ട്. അപ്പോഴേ ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് വിശ്വാസ മാർഗത്തിൽ നിലയുറപ്പിച്ച ആള്, ആരാണ് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അത്തരം വൃഥ വർത്തമാനങ്ങൾ പറയുകയുണ്ടായത് എന്നത് വേർതിരിച്ച് കാണിക്കപ്പെടുകയുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത്, അം ഹസിബല്ലദീന യഅമലൂന സയ്യിആത്ത്, തിന്മ ചെയ്യുന്ന ആളുകൾ, അരുതാത്തത് ചെയ്യുന്ന ആളുകൾ,
അവര് കരുതുന്നുണ്ടോ യസ്ബിഖൂന, നമ്മളെ അങ്ങ് മറികടന്ന് കളയാമെന്ന്, നമ്മളെ അഭിമുഖീകരിക്കേണ്ടി വരില്ല, നമ്മെ കടത്തിവെട്ടി അങ്ങ് വിജയിച്ച് മുന്നേറിക്കളയാം എന്നാണോ ഈ ആളുകൾ കരുതുന്നത്? ഇവിടെ സയ്യിആത്ത് ചെയ്യുന്നവർ എന്നാണ് സൂചിപ്പിക്കുന്നത്. സയ്യിആത്ത് ചെയ്യുന്നവർ എന്നതില് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സയ്യിഅത്തായ നിഷേധം, കുഫ്ർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം പെടും. അപ്പോ നിഷേധത്തിന്റെ മാർഗം സ്വയം തെരഞ്ഞെടുക്കുന്ന ആളുകൾ, അതുപോലെ തിന്മകളിൽ വ്യാപൃതരാകുന്ന ആളുകൾ, ഈ ആളുകളൊക്കെ കരുതുന്നുണ്ടോ അള്ളാഹുവിനെ അങ്ങ് തോൽപ്പിച്ച് കളയാം, അള്ളാഹുവിനെ അങ്ങ് മറികടന്ന് കളയാം എന്നാണോ അവർ കരുതുന്നത്? അള്ളാഹു അവരെ ഒരിക്കലും പിടികൂടുകയില്ല. അവരുടെ ചെയ്തികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവര് വിജയികളാകുന്നോ പരാജയപ്പെടുന്നവരാകുന്നോ എന്നതൊന്നും തീരുമാനിക്കപ്പെടുകയില്ല എന്നാണോ അവർ കരുതുന്നത്? അപ്പോ ഹസിബല്ലദീന യഅമലൂന സയ്യിആത്ത് ചെയ്യുന്ന ആളുകൾ കരുതുകയാണോ യസ്ബിഖൂന, നമ്മെ അവർക്കങ്ങ് വിട്ടുകടക്കാൻ കഴിയും, നമ്മെ ഗൗനിക്കേണ്ടതില്ല, നാമുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുകയില്ല, നമ്മുടെ അടുക്കൽ ഒരു പ്രശ്നവും അവർ നേരിടേണ്ടി വരില്ല എന്നുള്ള നിലക്ക് നമ്മളെ അങ്ങ് കടന്നു പോയി കളയാൻ കഴിയുമെന്നാണോ അവർ കരുതുന്നത്? സാഅമായ ഹുക്മൂൻ, എത്ര മോശമായ കണക്കുകൂട്ടലാണ്, എത്ര മോശമായ വിധി തീർപ്പാണ് അവർക്കുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന സയ്യിആത്തുകളൊക്കെയും അങ്ങനെ തന്നെ പിന്തുടരപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹുവുമായുള്ള ഒരു കൂടിക്കാഴ്ച വേണ്ടി വരില്ല, അവനെ അങ്ങ് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, അവൻ തങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു തടസ്സവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒരു വിധി തീർപ്പ് നടത്തിയിട്ടാണോ ആളുകൾ കഴിയുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ സാഅമായ മൂൻ, അവര് സ്വന്തം കാര്യത്തില് നടത്തുന്ന ഈ വിധി തീർപ്പുണ്ടല്ലോ, ഈ കണക്ക് കൂട്ടൽ, അള്ളാഹിനെ നേരിടേണ്ടിയൊന്നും വരില്ല, നമുക്ക് എങ്ങനെയാണ്ട് കടന്ന് രക്ഷപ്പെട്ട് കളയാം എന്ന് കരുതുന്ന അവരുടെ ഈ കണക്ക് കൂട്ടൽ, എന്നിട്ട് അള്ളാഹുവിന്റെ യാതൊരു വിധത്തിലുള്ള പിടികൂടലും അനുഭവിക്കാതെ തന്നെ വിജയികളാകാൻ കഴിയും എന്ന കണക്കുകൂട്ടലിലാണോ അവരുള്ളത്? എങ്കിൽ എത്ര ബാലിശമായ, എത്ര ബുദ്ധിശൂന്യമായ, എത്ര മോശമായ കണക്കുകൂട്ടലിലും അതുപോലെ വിധി തീർപ്പിലും ഒക്കെയാണ് അവരുള്ളത്. സ്വന്തം കാര്യത്തിൽ അവർ ചില വിധി തീർപ്പുകൾ നടത്തുകയാണ്, അല്ലെങ്കിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തുകയാണ്. അവര് ചെയ്യുന്ന അതിക്രമങ്ങളോ ധിക്കാരങ്ങളോ നിഷേധമോ അതുപോലെ അവര് വ്യാപൃതരാകുന്ന വിധത്തിലുള്ള സയ്യിആത്തുകളോ ഒക്കെ ഇരിക്കെ തന്നെ അള്ളാഹുവിനെ ഗൗനിക്കാതെ പൊയ്ക്കളയാൻ കഴിയും, രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് കണക്കുകൂട്ടുകയാണോ അവര്? അങ്ങനെയാണ് അവരുടെ കണക്കുകൂട്ടലെങ്കിൽ അത് അങ്ങേയറ്റം അബദ്ധജടിലമായ ഒരു വിധി തീർപ്പോ കണക്കുകൂട്ടലോ ഒക്കെയാണ്. ഒരിക്കലും തന്നെ കാര്യങ്ങൾ അങ്ങനെ ആവാൻ പോകുന്നില്ല. കാരണം ഓരോരുത്തരെയും അവരുടെ അമലിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു വേർതിരിച്ച് അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ് എന്നത് വ്യക്തമാക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ആഖിബത്ത് നിശ്ചയിക്കപ്പെടുക എന്നതാണ് അള്ളാഹു ഊന്നലോടുകൂടി ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. അപ്പോ മക്കയിലെ ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന മക്കയിലെ കുഫാറുകളെയും മുശ്രിക്കുകളെയും ഒക്കെ ഈ ആശയം കേൾപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന് പല സാന്ദർഭികമായ പ്രാധാന്യവും നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ ഈ ആയത്തുകളൊക്കെ അവതരിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ജനങ്ങള് വിശ്വാസത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവര് വലിയ ആപത്തും മർദ്ദന പീഡനങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് നേരിടേണ്ടി വരുന്നത്. ഒരിക്കലും തന്നെ അതൊരു സുഗമമായ ജീവിതപാതയായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയോ അനുഭവിക്കാൻ സാധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരെ ഭയം പിടികൂടുന്നു, ഭീകരമായ സാഹചര്യങ്ങള് അവരെ വേട്ടയാടുന്നു, മരണഭയം കാരണമായിട്ട് അവര് പ്രയാസപ്പെടുന്നു, അതുപോലെ സത്യവിശ്വാസ മാർഗത്തിലേക്ക്
കടന്നു വരികയാണെങ്കിൽ ഒരു നിലക്കും അവർക്ക് ആ സാഹചര്യത്തെ നേരിടാൻ സാധിക്കുകയില്ല എന്ന ഭയത്താൽ, അവര് വധിക്കപ്പെടും എന്ന ഭയത്താലൊക്കെ ആയിട്ട് പലരും വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വരാൻ കൂട്ടാക്കാതെ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ആ ഘട്ടത്തിലുള്ളത്. നമുക്ക് ചരിത്രത്തിലെ ചില വ്യക്തികള് നബി ഇസ്ലാമയുടെ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ ആദ്യഘട്ടത്തില് ഇപ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, അതുപോലെ സുമയ്യ റളിയല്ലാഹു അൻഹ, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ജീവിതാനുഭവങ്ങളെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അത്യന്തം വേദനാജനകമായ, നേരിടാൻ ഒരു നിലക്കും കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നില്ലാത്ത വിധത്തിലുള്ള പ്രയാസങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരുന്നത് എന്നതാണ് വസ്തുത. അങ്ങേയറ്റത്തെ കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തില് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ കാഠിന്യം സ്വയം അനുഭവിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി അങ്ങേയറ്റത്തെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോഴ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന മറുപടി, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വിശ്വാസി സമൂഹങ്ങൾ ഇതിനേക്കാൾ കഠിനമായ ക്ലേശങ്ങള്, ദേഹോപദ്രവം, പീഡനമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ചിലരെ സത്യനിഷേധികളായ ശത്രുക്കള് കിടങ്ങുകളില് വീഴ്ത്തുകയും എന്നിട്ട് അവരെ മണ്ണിട്ട് മൂടുകയും ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചിലരെ ഈർച്ചവാളുകൊണ്ട് നെടുകെ ഈർന്ന് പിളർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചിലരെ ലോഹത്തിന്റെ ചീർപ്പ് കൊണ്ട് വാർന്ന അവരുടെ ശരീരത്തിൽ നിന്ന് മാംസത്തുണ്ടുകൾ വീഴ്ത്തപ്പെട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ദൗത്യവുമായി കടന്നു വന്ന ആളുകളൊക്കെയും തന്നെ ഇത്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവാണ് ഈ ദൗത്യം പൂർത്തിയാക്കപ്പെടുക തന്നെ ചെയ്യും. ഒരാൾക്ക് അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടേണ്ടതില്ലാത്തൊരവസ്ഥ സംജാതമാവുന്ന ഒരു നാള് വരും. സെനാ മുതൽ ഹദർ മൗത്ത് വരെ യാതൊരു ഭയപ്പാടുമില്ലാതെ സഞ്ചരിക്കാവുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും വന്നു ചേരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തില് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. യഥാർത്ഥത്തില് ഈ സൂറത്തിലെ 2-ാമത്തെ ആയത്ത് അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ എന്ന ആയത്തിൽ അടങ്ങിയിട്ടുള്ള ആശയം വിശുദ്ധ ഖുർആനിലും പല ഘട്ടങ്ങളിലും അവതരിച്ച സൂറത്തുകളിൽ സമാനമായ ആശയം പങ്കുവെക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയില് ബദർ യുദ്ധത്തിനെ തുടർന്നുള്ള പശ്ചാത്തലത്തില് അവതരിച്ച ആയത്തുകളിൽ ഇങ്ങനെ കാണാം: അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. നിങ്ങള് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്നങ്ങ് വ്യാമോഹിക്കുകയാണോ? നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് നേരിടേണ്ടി വന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്ക് വന്നു ചേരാതെ മസ്സത്തുക്കുമുൽ ബഅ്സാഉ വദ്ദറാ, പല വിധത്തിലുള്ള ദുരിതങ്ങളും പ്രതിസന്ധികളും അവരെ പിടികൂടുകയുണ്ടായിട്ടുണ്ട്. വസുൽസിലു, അവര് അതികഠിനമായി വിറപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റസൂലു വല്ലദീന ആമനൂ മഅഹു, അള്ളാഹുവിന്റെ ദൂതനും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും ഇങ്ങനെ പറയുവോളം പോലും കാര്യങ്ങളെത്തി. മതാ നസ്റുല്ലാഹ്, ഇതാണ് അവർ പറഞ്ഞു പോയ കാര്യം. എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? അള്ളാഹുവിന്റെ മറുപടി ആ പ്രവാചകനും കൂടെ ഉണ്ടായിരുന്ന ആളുകളും മതാ നസ്റുല്ലാ എന്ന് പറഞ്ഞു പോയ ഘട്ടത്തില് അള്ളാഹുവിന്റെ മറുപടി അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ് എന്നാണ്. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം വളരെ സമീപസ്ഥമായിട്ട് തന്നെയാണ്. ഇപ്പോ നമ്മള് ഇന്നും ഇന്നലെയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഗസയിലെയും ഫലസ്തീന്റെ വിവിധ പ്രദേശങ്ങളിലെയും ഒക്കെ ആളുകൾ ഒരു പക്ഷേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കടന്നു പോകുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. സഹായിക്കാനോ കൂടെ നിൽക്കാനോ സ്വന്തം വിശ്വാസ
പാതയിൽ തന്നെയുള്ള ആളുകൾ പോലും കൂട്ടാക്കാതിരിക്കുകയും വിശ്വസിക്കും, സഹായിക്കും, പിന്തുണക്കും എന്നൊക്കെ കരുതിയ പലരും ശത്രുക്കളുമായി ഉപജാപത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഫലസ്തീനികൾ കടന്നു പോകുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ മത്താ നസ്റുല്ലാ എന്ന് പലപ്പോഴും ഈ ആളുകൾ ചോദിച്ചു പോകുന്നുണ്ടാവും. അള്ളാഹു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്യം അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ് എന്നാണ്. അള്ളാഹു പറയുന്ന തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം വളരെ സമീപസ്ഥമാണ് എന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല സഹായം. അള്ളാഹുവിന്റെ സഹായത്തിന് പല സ്വഭാവങ്ങളുണ്ട്. വളരെ ശാന്തമായിട്ട് സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് നൽകലാവാം, ഷഹാദത്ത് നൽകിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കലാവാം, ഭൗതികാർത്ഥത്തിൽ തന്നെ വിജയം നേടലാവാം, ശത്രുക്കളെ പതറിപ്പോകുന്ന അവസ്ഥകളിലേക്ക് തള്ളിവിടുന്ന നിശ്ചയദാർഢ്യത്തിന്റെയും മനോദാർഢ്യത്തിന്റെയും ഒക്കെ കാഴ്ചകൾ തീർക്കലൊക്കെ ആവാം, പലതും ആവാം. ഉഹദ് യുദ്ധാനന്തരം അവതരിച്ച ഒരു ആയത്തിൽ നമുക്ക് സൂറത്ത് ആലി ഇമ്രാനില് സമാനമായ ഒരു ആയത്ത് കാണാം. അമ ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. സമാനമായ ആയത്തുകള് സൂറത്ത് ആലി ഇമ്രാനിൽ 179 ആയത്തിൽ കാണാം, സൂറത്ത് തൗബയില് 16 ആയത്ത്, സൂറത്ത് മുഹമ്മദില് 31 ആയത്ത്. ഇതിലൊക്കെ തന്നെയും സമാനമായ ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ പിന്നീട് വളരെ സുഖമായിട്ട് അങ്ങ് ജീവിച്ചു പോവുകയാണ്. അവര് യാതൊരു വിധത്തിലുമുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാവുകയില്ല എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകള് ആളുകൾക്ക് ഉണ്ടാകാം. പക്ഷെ അള്ളാഹു പറയുന്നത് തീർച്ചയായിട്ടും സ്വാദിഖുകൾ ആരാണ്, കാദിബുകൾ ആരാണ്, ജീവിതം കൊണ്ട് സത്യവിശ്വാസത്തെ സത്യപ്പെടുത്തിയത് ആരാണ്, അതിനെ കളവാക്കിയത് ആരാണ് എന്നത് തീർച്ചയായിട്ടും അള്ളാഹു വേർതിരിച്ച് വ്യക്തമാകുന്ന വിധത്തിൽ പരീക്ഷണത്തിന് വിധേയരാക്കും എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ വിശ്വാസമാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അറിയുന്ന അള്ളാഹു എന്തിനാണ് ഇങ്ങനെ പരീക്ഷണത്തിന് ആളുകളെ വിധേയരാക്കുന്നത് എന്നൊക്കെ ചിലർ ചോദിച്ചെന്ന് വരും. പക്ഷെ ഈ പരീക്ഷണത്തിന് വിധേയരാകുന്നവര് തന്നെ യഥാർത്ഥത്തിൽ അവർ വിശ്വാസത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിലക്കൊള്ളുകയുണ്ടായി എന്നത് അവർക്ക് ബോധ്യപ്പെടാൻ പോലും അത്തരം പരീക്ഷണത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. പരീക്ഷിക്കപ്പെടാത്ത ഒരു വിശ്വാസവും യഥാർത്ഥത്തില് വിശ്വാസമല്ല. അനുകൂല സാഹചര്യത്തില് അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാള് എന്ന് പറയുന്നത് അത്ര പ്രയാസകരായ സംഗതിയൊന്നുമല്ല. എന്നാൽ പ്രതികൂലമായി സാഹചര്യങ്ങൾ മാറുകയും അതികഠിനമായിട്ട് വിറപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ ആര് സന്നദ്ധരാകുന്നു എന്നതാണ് ചോദ്യം. അവരാണ് യഥാർത്ഥത്തില് സ്വാദിഖുകൾ. മറിച്ചുള്ളവരുടെ കാര്യത്തിൽ സ്വാദിഖുകളാണ് എന്ന് പറയാൻ യാതൊരു തെളിവും പിൻബലവും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹു മനുഷ്യന് ഈ ജീവിത സാഹചര്യവും അവസ്ഥകളും നൽകിയിട്ടുള്ളത് തന്നെ ഈ വിധത്തില് അവരുടെ വിശ്വാസപരമായിട്ടുള്ള ദാർഢ്യത വെളിപ്പെടുത്തുന്നതിനും തെളിയിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് എന്നതാണ് വസ്തുത. അപ്പോ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന നിഷേധികളെ പരാമർശിച്ചുകൊണ്ടാണ് തുടർന്നുള്ള ആയത്തില് അം ഹസിബല്ലദീന യഅമലൂന സയ്യിആത്ത് എന്ന് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. തിന്മയിൽ വ്യാപൃതരായ ആളുകൾ കരുതുകയാണ് അവര് അള്ളാഹുവിനെ അങ്ങ് മറികടന്ന് രക്ഷപ്പെട്ടു പോയി കളയും എന്നതാണ് ചോദ്യം. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഘട്ടത്തില് പല ആളുകളും ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നതായിട്ട് കാണാൻ കഴിയും. വലീദ് ഇബ്നു മുഗീറയും അബൂജഹലും ഉത്ബയും ഷൈബയും ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്യത്തും അതുപോലെ ഹൻദലത്ത് ഇബ്നു വാഇല് പോലെയുള്ള ആളുകൾ സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്ന ആളുകളെ അതികഠിനമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഒക്കെ വിധേയമാക്കിക്കൊണ്ടിരുന്ന ഈ ഇസ്ലാമിന്റെ ആദ്യകാല ശത്രുക്കൾ ഈ ആളുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമായിട്ടും ഈ അം ഹസിബല്ലദീന യഅമലൂന സയ്യിആതി അൻ യസ്ബിഖൂന
എന്ന പരാമർശം എന്നത് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാണാം. ആ ഘട്ടത്തില് സയ്യിആത്ത് എന്ന് പറയുന്നത് സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്നിട്ടുള്ള ആളെ ദ്രോഹിക്കലാണ്. ആളുകളെ ഉപദ്രവിക്കലും ബുദ്ധിമുട്ടിക്കലും അവരെ പീഡിപ്പിക്കലും ഒക്കെയാണ് മുഖ്യമായിട്ട് സയ്യിആത്തായിട്ടുണ്ടായിരുന്നത്. മറിച്ച് പിന്നീടുള്ള കാലത്ത് ഇസ്ലാമിക സമൂഹം അവരുടെ ധാർമ്മികമായ അധ്യാപനങ്ങൾ പഠിപ്പിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിഷേധികളായ ആളുകള് സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വന്ന ആളുകളോട് ചെയ്തിരുന്ന ദ്രോഹങ്ങളെയാണ് മുഖ്യമായിട്ട് ഈ സയ്യിഅത്ത് ചെയ്യുന്നവര് എന്ന പ്രയോഗം നടത്തിക്കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പൊ അവര് അങ്ങനെ അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരില്ല, അള്ളാഹുവിനെ അവർക്ക് എളുപ്പത്തിൽ അങ്ങ് കടന്നു പോകാൻ കഴിയും, അള്ളാഹുവിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിയും എന്നൊക്കെ അവർ കരുതുന്നുവെങ്കിൽ അവര് ഏറ്റവും ബുദ്ധിശൂന്യമായ ഒരു വിധി തീർപ്പാണ് നടത്തുന്നത്. സ്വന്തം കാര്യത്തിലുള്ള ഏറ്റവും അബദ്ധജടിലമായ ഒരു കണക്കുകൂട്ടലാണ് അവർ നടത്തുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അൻകബൂത്തിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാസിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.